എല്ലാവർക്കും നമസ്കാരം. കാഷ്വൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് മലയാള സീരിയലിലെ നിറസാന്നിധ്യമായ വിജയകുമാരി ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. നാടകത്തിൽ നിന്നാണ് സീരിയലിലോട്ട്, അതെ അല്ലേ? സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് അല്ല, അതിലൊരു തിരുത്തുണ്ട്. സിനിമയിൽ നിന്നാണ് നാടകത്തിലേക്ക്. എല്ലാരും തിരിച്ചല്ലേ? ഞാന് 13 വയസ്സ്, അതിൽ കൂടുതലില്ല. ആ സമയത്ത് ശ്രീനാരായണ ഗുരു ബക്കർ സാറിന്റെ PA ബക്കറിലെ പുള്ളി ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ സിനിമയിലാണ് ആദ്യം അഭിനയിക്കുന്നത്. അന്ന് കനകലത ചേച്ചിയും കരവളം ചന്ദ്രൻ ചേട്ടനുമാണ് അച്ഛനും അമ്മയായിട്ട്. അവരുടെ കൂടെയാണ് ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നാടകത്തിലേക്ക് KPSC പോകുന്നതും നാടകത്തിൽ പിന്നെ ഉടനീളം അഭിനയിക്കുന്നത്. പലർക്കും അറിയില്ല ഇത്. അതറിയില്ല. അതെ അതെ. ഞാൻ വേറെ ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴ് മുമ്പ് അത് പറയാനുള്ള മറന്നതല്ല. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നാടകത്തിൽ നിന്ന് സീരിയലിലേക്ക് വന്നു എന്നാണ്. പക്ഷെ ഇങ്ങനെ ഒരു തിരുത്തുണ്ട്. പിന്നെ നാടകത്തിൽ എങ്ങനെയായിരുന്നു? KPSC ആദ്യം വന്ന. അതിനു മുമ്പ് ചെറുതിലെ ഞാന് കാളിദാസ കലാകേന്ദ്രത്തിന്റെ ശരിക്കും പാട്ടുകാരിയായിട്ടാണ് രംഗപ്രവേശം. കാളിദാസ കലാകേന്ദ്രത്തില് പാട്ടുകാരിയായിട്ട് 3 വർഷം, പിന്നെ വേറെ 1-2 സമിതിയിലും കൂടെ പാട്ടുകാരിയായിട്ട്, പിന്നെ മാർക്കോസ് ചേട്ടന്റെ കൂടെ ഒക്കെ ഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ട്. ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം അഭിനയം മാത്രമേ ഉള്ളൂ. KPSCയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നാടകത്തിൽ അഭിനയിക്കുന്നതിന്റെ അത് പ്രത്യേകതയാണ്. ശബ്ദം അവിടെ പ്രധാന ഘടകമാണ്. നമുക്ക് സീരിയലിലോ സിനിമയിലോ അഭിനയിച്ചിട്ട് പോകാം, വേറെ ആരെങ്കിലും ഡബ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെന്നത് കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പം നാടകത്തിൽ അങ്ങനെയല്ല. അന്നേരം എന്താണോ പോകുന്നത് അതാണ് ഓഡിയൻസ് എടുക്കുന്നത്. അപ്പൊ നാടകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കണം. അത് പിന്നെ ലൈവായിട്ട് ചെയ്യണം. തോപ്പിൽ ഭാസി സാറാണ് എൻ്റെ ഗുരു. ഭാസി സാറ് അവിടെ ഇരിക്കും. സാറിനെ ഇരുന്ന് പറഞ്ഞു തരുമ്പോഴേ നമുക്കറിയാം നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, കാരണം ഒന്നും അറിഞ്ഞുകൂടാതെ പിന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്നും മനസ്സിലാക്കി വന്നത്. പക്ഷെ ഫസ്റ്റ് നാടകത്തിൽ തന്നെ ഒരു ഊമക്കുട്ടിയുടെ കഥാപാത്രമായിരുന്നു. അത് നന്നായിട്ട് അത് സക്സസ് ആയി. അത് പിന്നെ ഒരുപാട് നാടകങ്ങൾ KPSC ചെയ്യാൻ ഭാഗ്യമുണ്ടായി. പ്രസിദ്ധമായ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, മൂലധനം, പാഞ്ചാലി, പത്മഭവനം, മൃച്ഛകടികം തുടങ്ങി 12ഓളം നാടകങ്ങൾ, സൂക്ഷിക്ക ഇടതുവശം പോവുക, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അവിടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അയ്യോ ഇല്ല. അവരൊക്കെ പോയി വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ചെല്ലുന്നത്. അവരൊക്കെ പിന്നെ സണ്ണിച്ചായ ഞാൻ വന്ന് കണ്ടിട്ടില്ല. ലളിത ചേച്ചി വരും, അതിലെ പോകുമ്പോഴൊക്കെ വന്ന് എല്ലാരെയും കണ്ടിട്ടൊക്കെ പോവുള്ളൂ. അങ്ങനെ ചേച്ചി അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ചേച്ചിക്ക് KPSC വിജയകുമാരില്ല? ഓ ഇല്ല. സീരിയലല്ല, പിന്നെ ഞാൻ 28 വർഷം പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സംഘചേതന, NN പിള്ള സാറിന്റെ സമിതി, ശ്രുതി, തിരുവനന്തപുരം ശ്രുതി, തൂലിക, അഹല്യ, ആ സമിതിയിൽ, അങ്ങനെ ഒരുപാട് സമിതികളിൽ സഹകരിച്ചിട്ട് പിന്നെയാണ് അവസാനം ചെയ്യുന്നത് തിരുവനന്തപുരം സോപാനം, അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ നാടകം. ആ സമയത്താണ് എനിക്ക് മാതൃഭൂമിയുടെ പിന്നെ മൗനം എന്ന് പറഞ്ഞ സീരിയല്, മൗനത്തിലേക്ക് പ്രവീണയുടെ അമ്മയായിട്ട്, അങ്ങനെയാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത്. ചേച്ചി ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട് ഇപ്പോഴും? സിനിമ ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ, അതൊരു തെറ്റിദ്ധാരണയാണ്, ഞാൻ വളരെ കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ. വളരെ ഇത്രയും വർഷത്തിനിടയിൽ കൂടിപ്പോയി ഒരു 18 സിനിമ, അതിൽ കൂടുതൽ ചെയ്തിട്ടില്ല. ഡേറ്റിന്റെ അല്ല, നമ്മളെ വിളിക്കാത്തത് കൊണ്ടാണ്. എന്താണ് കാര്യം? അതൊന്നും അറിയില്ല. ഇപ്പൊ ഈ സീരിയലുകാർ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് മാറ്റി നിർത്തുന്ന ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്, സീരിയൽ ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നിലും അഭിനയം ഒന്നാണ്. അതെന്താണ് ഇപ്പൊ പറയുന്നത്? എപ്പോഴും നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുതിർന്ന ആർട്ടിസ്റ്റുകളെ എല്ലാം പരസ്യത്തിലൂടെയും പാട്ടിലൂടെയും സിനിമയിലൂടെ എല്ലാം ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുകയല്ലേ. എന്താണ് അങ്ങനെ ഒരു വേർതിരിവെന്ന് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്കിപ്പോ ഇവിടെ അവസരമുണ്ട്, അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. നാടകത്തിലേക്ക് പോകേണ്ടി വന്നാലും പോയി അഭിനയിക്കും, അത്രേ ഉള്ളൂ. എല്ലാം
അഭിനയം എല്ലായിടത്തും ഒന്ന് തന്നെയാണല്ലോ. അതിനെ ഇങ്ങനെ ഈ കാറ്റഗറി എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കഴിവുള്ളവർക്ക് എവിടെയായാലും അവസരമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല, അയ്യോ സിനിമയില്ല, അങ്ങനെ വിളിച്ചാ ചെയ്യും, അത്രേ ഉള്ളൂ. ഈ സീരിയലിലെ ക്യാരക്ടർ ഇത് ഒരു പിന്നെ നമ്മുടെ അഖിലേഷ് സാറിന്റെ ചേച്ചിയായിട്ടാ. ഇത്തിരി വില്ലത്തരമൊക്കെ ഉള്ള കുടുംബത്തില് ആൾക്കാർ ആയിരിക്കും ഇങ്ങനെ ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നതെന്ന്. ഇത് കഥാപാത്രത്തിന് വേണ്ടി, അതെ അതെ, കഥാപാത്രത്തിന് വേണ്ടിയല്ല, ഞാൻ ഇങ്ങനൊന്നും ഒരുങ്ങുന്ന ആളല്ല. അപ്പൊ അങ്ങനെ ഒരു ഇച്ചിരി വില്ലത്തരമൊക്കെ ഉള്ള ഒരു കഥാപാത്രം അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് നെഗറ്റീവാണ് പോസിറ്റീവ്? എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭാഗ്യമുള്ളത് എല്ലാത്തരം കഥാപാത്രവും കിട്ടും. ഇപ്പൊ ഞാൻ അമൃതയിൽ മീര എന്ന് പറഞ്ഞ അത് നല്ല സോഫ്റ്റ് ആയ ക്യാരക്ടറാ, നല്ലൊരു അമ്മ, മരുമോളോടാണേലും ഒക്കെ നന്നായിട്ട്. പക്ഷെ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് സൂര്യയിൽ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, പ്രേമപൂജ. അത് നല്ലൊരു കഥാപാത്രം, ഒരു ക്രിസ്ത്യൻ ക്യാരക്ടർ. ഒരേ ടൈം അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് എനിക്ക്. ഒന്നുമില്ല, ഡേറ്റിന്റെ വിഷയമൊന്നുമില്ല. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ അവാർഡുകള് നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് 2000-ലാണ്. മാക്കപ്പോതി എന്ന് പറഞ്ഞ് രാജൻ കിഴക്കനേൽ സാറിന്റെ 4 മാക്കമായിട്ട് അഭിനയിച്ചതിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ എല്ലാം ഈ പ്രാദേശികമായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ്. സീരിയലിലോ സിനിമയിലോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നും ഇല്ല ഇല്ല. ഇനി ചേച്ചി ഇത്രയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചേച്ചിക്ക് ചെയ്യാൻ പറ്റാൻ ഒരാഗ്രഹമുള്ള ഏതെങ്കിലും കഥാപാത്രം? അങ്ങനെയൊന്നുമില്ല. നാടകത്തിൽ ഒരുപാട് കഥാപാത്രം, എല്ലാ വ്യത്യസ്ത കഥാപാത്രങ്ങളും ചെയ്തു. സീരിയലിലും അതെ, കോമഡി ആയാലും അല്ലാത്ത അങ്ങനെ ഒന്നുമില്ല. തരുന്ന കഥാപാത്രങ്ങൾ നന്നാക്കുക, അത്രേ ഉള്ളൂ. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? കോമഡിയാണോ? എനിക്ക് കോമഡി ചെയ്യാൻ ഇഷ്ടം. കോമഡി ചെയ്യുന്ന ഇഷ്ടം. നെഗറ്റീവ് അല്ല, കോമഡിയാണ് ഇഷ്ടം. അത് ടാസ്ക് അല്ലേ? ടാസ്ക് ആണ്. പക്ഷെ ഞാൻ കുങ്കുമപ്പൂവില് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കോമഡിയും വഴങ്ങും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കോമഡി ടച്ചുള്ള ക്യാരക്ടറൊക്കെ കിട്ടി തുടങ്ങിയത്. ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ വർക്ക് അല്ലേ? അയ്യോ, സജി സാറിന്റെ കൂടെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു. എല്ലാ വർക്കിനും എന്നെ വിളിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്. സാറിന്റെ ഒരു വേളാങ്കണ്ണി മാതാവ്, അതിൽ 9 കഥയിൽ 9 കഥാപാത്രം ചെയ്തു ഞാൻ. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അതിലേറ്റവും കൂടുതൽ കഥകളിൽ ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ സാറുമായിട്ട് നല്ല ഒരു ഇതാണ്. എല്ലാ വർക്കിനും വിളിക്കുകയും ചെയ്യും, നല്ല വേഷവുമായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ കൂടെ. അത്രയും പടമൊക്കെ ചെയ്തു വന്ന ആളല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആർട്ടിസ്റ്റുകളോടുള്ള സമീപനമായാലും സെറ്റിലായാലും ശരിക്കും ഒരു നാഥനുണ്ട് എന്ന് തോന്നും നമുക്കൊരു വർക്കില്. അത്രയും നല്ല ഇതാണ് സാർ. എന്തായാലും സന്തോഷം ചേച്ചി, ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെങ്കിലും ഇത്രയും അടുത്തിങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോഴാണ്. ഒരുപാട് സന്തോഷം. നമ്മളെ സംഘടനയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇതേ ഉള്ള സന്തോഷം. സന്തോഷം.